ഭാരത സൈന്യത്തിന് ഗ്രേറ്റ് സല്യൂട്ട് എന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. സൈന്യത്തിന് പിന്തുണ അർപ്പിച്ചുള്ള പൗരന്മാരുടെ പടയാണ് തിരംഗ യാത്ര. തീവ്രവാദത്തിനെതിരെ ശക്തമായ പോരാട്ടം നയിക്കുന്ന രാജ്യത്തിനൊപ്പമാണ് ജനങ്ങളെന്ന വിളംബരമാണിതെന്നും തൃശൂരിലെ തിരംഗ യാത്ര നയിക്കവേ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ജനം ടിവിയോട് പറഞ്ഞു. അരുണാലത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഭാരതത്തിന്റെ അഭിമാനപരമായ ഈ നേട്ടത്തിൽ ഭാരത സൈന്യത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ തൃശൂരിൽ തിരംഗ യാത്ര പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിലാണ് തിരംഗ യാത്ര ഇപ്പോൾ അദ്ദേഹം ചേരുകയാണ്. ഭാരത സൈന്യത്തിന്റെ ഒരു ബിഗ് സല്യൂട്ട് അത് തന്നെയാണ് ഈ തിരംഗ യാത്ര. ഉറപ്പായിട്ടും തിരംഗ യാത്ര ഗ്രേറ്റ് സല്യൂട്ട് ബൈ എ ഗ്രേറ്റ് നേഷൻ to its great demonstrators of nationalism, mainly the forces. ആ ഒരു പടനിര ശത്രുക്കൾ കണ്ട് ഭയപ്പെട്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ ഭയപ്പെടുന്ന അവർക്ക് പിന്നിൽ അണിനിരന്നിരിക്കുന്ന പൗരന്മാരുടെ ഒരു പടയുണ്ട്. ആ പടയുടെ ഒരു അംശമാണ് നിങ്ങൾ ഈ തിരംഗ യാത്രയിൽ കാണുന്നത്. വൈകാരികമായിട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ രാജ്യത്തിനും രാജ്യത്തിന്റെ സമ്പത്തിനും രാജ്യത്തിന്റെ പൗരന്മാർക്കും വേണ്ടി പൊരുതുന്നത്. അങ്ങനെ തന്നെ ഉറച്ചു നിൽക്കും. ഭീകരവാദത്തിനും ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന രാജ്യത്തിനൊപ്പമാണ് പൗരന്മാർ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുന്ന ഒരു 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 വിളംബരമാണ് തിരംഗ യാത്ര, സ്വാഭിമാൻ യാത്ര. ഇതിനെല്ലാം നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി അദ്ദേഹത്തിനുമുള്ള ഒരു ഉറച്ച പിന്തുണ കൂടെയാണ്. ഉറപ്പായിട്ടും രാജ്യത്തിനെന്ന് പറയുമ്പോൾ രാജ്യത്തെ നയിക്കുന്ന ഫോഴ്സസ് മാത്രമല്ല, ഭരണകർത്താക്കൾ എല്ലാവർക്കും. ഇന്നും പാകിസ്ഥാൻ ഒരു കുടിവെള്ളത്തിന് വേണ്ടി കേഴുന്ന സാഹചര്യമാണ്. അപ്പം അങ്ങനൊന്നും നമ്മൾ വിചാരിക്കണ്ട. നമ്മൾ ലോകനീതി നടപ്പിലാക്കിയിട്ടുണ്ട്. ആ ലോകനീതി നടപ്പിലാക്കൽ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കും. ഈ കോൺഗ്രസ് പലപ്പോഴും തെറ്റായ രീതിയിലുള്ള അതൊന്നും നമ്മുടെ വിഷയമല്ല. നമ്മുടെ വിഷയം യഥാർത്ഥത്തിൽ ഭാരത സൈന്യത്തിന്റെ, നമുക്കിപ്പോ ഭാരതമാണ് നമ്മുടെ ഫോക്കസ്. അതിന്റെ ഡിസ്ട്രാക്ടേഴ്സിനെയും ഒന്നും നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. ഏതായാലും ഭാരത സൈന്യത്തിന് കൃത്യമായ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഒപ്പം കേന്ദ്ര സർക്കാരിന്റെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള അതാണ് ഈ ഒരു തിരംഗ യാത്ര എന്നുള്ളതാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വ്യക്തമാക്കുന്നത്.